അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഇൻസ്റ്റന്റ് ഒരു അടിപൊളി ഒരു ദോശയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ റവ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമുക്ക് കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ദോശ എങ്ങനെ ചെയ്തെന്ന് കാണാം. അതിനു മുമ്പ് എന്നും പറയുന്ന പോലെ കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പൊ നമുക്ക് ദോശ നല്ല സ്പോഞ്ച് ദോശയാണ്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ്. കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് ഞാനൊരു 2 കപ്പ് റവ ഇടുന്നുണ്ട്. 200 ml. അതേപോലെ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10-25 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റും. ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം സ്റ്റോക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്യാം. ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം കേട്ടോ. ഇത് അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു ജാർ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് തക്കാളി, ഇതിനകത്തോട്ട് ഒരു 1.5 സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ലൂസാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. നമുക്ക് ദോശയുടെ ഒക്കെ ഒരു പരുവം ആക്കി എടുക്കാം. അടുത്ത് നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നത് ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് മാവ് ഒഴിച്ച് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വരുത്തുക. ഇപ്പൊ നമുക്ക് തന്നെ ഈ കുമ്പളങ്ങളൊക്കെ വീഴുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇതേ കണക്ക് നമുക്ക് എല്ലാ ദോശകളൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മളതാ എല്ലാം ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഇൻസ്റ്റന്റ് ദോശയാണ് നമുക്കിവിടെ തയ്യാറാക്കിയിട്ടിരിക്കുന്നത്.